അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? റാഡിഷ് അച്ചാർ, അതായത് മൂളി അച്ചാർ. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. മുള്ളങ്കി നമ്മുടെ അവിടെ എല്ലാം കിട്ടുന്നത് കിട്ടുന്ന സംഭവം, ക്യാരറ്റ് പോലെ തന്നെ. പക്ഷെ ഇത് പച്ചക്ക് തിന്നു കഴിഞ്ഞാൽ ചെറിയൊരു എരിയുണ്ട്, പക്ഷെ നല്ല രസമാണ്. നല്ല കുത്തലുള്ള സാധനം, ക്യാരറ്റ് പോലെ. പക്ഷെ അച്ചാർ കഴിഞ്ഞാൽ നല്ല സൂപ്പർ. ഇപ്പൊ സലാഡിനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് ഇത് വെച്ചൊരു അടിപൊളി ഒരു അച്ചാർ. അപ്പൊ നമ്മുടെ മൂളി, അതായത് റാഡിഷ് എല്ലാം നല്ല കുനുകുന അരിഞ്ഞെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനാണ് നമുക്ക് സത്യം പറയുന്ന സമയം പോകുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല ആവി ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിച്ചെടുക്കാവേ. നല്ലെണ്ണയാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ അച്ചാറും നമ്മൾ നല്ലെണ്ണയ്ക്കകത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ, അത് കേടാവാതെ കൂടി ഇരിക്കും. അപ്പൊ അതിനും കൂടെ ഉള്ള എണ്ണ നമ്മൾ ഒഴിക്കുന്നതേ ഉള്ളു. അപ്പൊ നമുക്ക് ഇത്ര സാധനം ചെയ്യാൻ വേണമല്ലോ. അപ്പൊ ഈ ചട്ടി ഒന്ന് ചൂടാകാൻ വേണ്ടി ചട്ടിയല്ല, എണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഈ എടുത്തിരിക്കുന്ന റാഡിഷ് കണ്ടില്ലേ, രണ്ട് കളറാണ്. കാണാൻ നല്ല ഭംഗിയാണ് സംഭവം. അതെ, ചുമലയുണ്ട്, വെള്ളയുണ്ട്. പക്ഷെ ചുവപ്പിന്റെ അകവും വെള്ള നിറമാണ്. പുറമേ മാത്രമേ ഉള്ളൂ, പുറമേ ഉള്ളതേ ഉള്ളൂ ചുവപ്പ് കളർ. ബാക്കിയെല്ലാം വെള്ള തന്നെ സംഭവം. എന്തായാലും അത് നല്ല ഭംഗിയാണ്. നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആദ്യമേ കുറച്ച് ഉലുവ ഇടാവേ. ഉലുവ നമ്മൾ പൊടിയായിട്ടല്ല ഇടുന്നത്, ഉലുവായിട്ട് തന്നെ ഇടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഉലുവ ഇടുന്നത്. അല്ല, പൊടിയായിട്ട് ഇടുവാണെങ്കിൽ ആദ്യം ഉലുവ ഇടണ്ട. നമ്മൾ ഉലുവ ആയതുകൊണ്ട് നമ്മൾ ഉലുവ ആദ്യം ഇടുന്നു. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ, ഉലുവ ഇച്ചിരി പൊടിച്ച് വെച്ചാലും നമുക്ക് സംഭവം എളുപ്പം നടക്കും. അപ്പൊ നമ്മുടെ ഉലുവ എല്ലാം നല്ല അടിപൊളിയായിട്ട് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇനിയും പൊട്ടിയിട്ടാണ് അടുത്ത പരിപാടികൾ നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ അത്യാവശ്യം ഫ്ലെയിം ഉണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിപ്പോ വെച്ചിരിക്കുന്നത്. ഒത്തിരി ഫ്ലെയിം വേണ്ട, അപ്പൊ കരിഞ്ഞു പോകും സംഭവം. അതെ, അപ്പൊ ഇനി അതൊന്ന് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടാൻ എന്തായാലും ഒരു 2 സെക്കൻഡ് ഒക്കെ എടുക്കുക. അത് എണ്ണയുടെ ചൂടും പാത്രത്തിന്റെ ഇതൊക്കെ അനുസരിച്ചിട്ടിരിക്കും. നമ്മളിപ്പോ മൺചട്ടിയിലാണ് ഇത് റെഡിയാക്കുന്നത്. സ്റ്റീൽ പാത്രത്തിലും ഒക്കെ ഇരുമ്പാണേലും ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇതിനകത്ത് പുളിയൊക്കെ വരുന്നതുകൊണ്ട് ഏറ്റവും നല്ലത് കൽച്ചട്ടിയോ അല്ലെങ്കിൽ മൺചട്ടിയോ ഒക്കെയാണ് നമുക്ക് നല്ലത്. എന്തായാലും നമ്മള് ആ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് അടുത്ത് ഇടാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ വറ്റൽമുളകാണ്. വറ്റൽമുളക് നമ്മൾ 5-6 എണ്ണം മുറിച്ച് വേണമെങ്കിലും ഇടാം, അല്ലാതെ ഇങ്ങനെ വേണമെങ്കിലും ഇടാം. അപ്പൊ അത് നമ്മൾ അതിനനുസരിച്ച് മുറിച്ചങ്ങോട്ട് ഇടാവേ. അതെ, അതൊരു കാര്യമാണ്. അപ്പൊ ഇത് ഈ അച്ചാറായി കഴിയുമ്പോഴുണ്ടല്ലോ, ഇതിങ്ങനെ ഈ വറ്റൽമുളക് കാണാനും അത് തിന്നാനും ചോദിച്ചു മേടിക്കും. അതൊരു വാസ്തവം. അപ്പൊ അത് നമുക്ക് പെട്ടെന്നാവുന്നത് കൊണ്ട് ഇനി അടുത്ത സാധനം നമുക്ക് ചേർക്കുക, ഇഞ്ചി. അപ്പൊ കടുക് പൊട്ടിയപ്പോ 2-3 കടുക് നമ്മുടെ ഇഞ്ചിക്കകത്ത് വീണിട്ടുണ്ട്. എന്തായാലും അത് നമുക്ക് ഇതിൻ്റെ അകത്ത് കാരണം നമ്മുടെ റാഡിഷ് നമ്മള് ചെറിയതായിട്ട് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് റാഡിഷ് നമ്മള് കുനുകുന അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇഞ്ചി നമ്മൾ നീളത്തിലരിഞ്ഞു. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ റാഡിഷ് തന്നെ ഇത്ര ചെറുതായിട്ട് അരിഞ്ഞാന്ന് വെച്ചാൽ എളുപ്പം വേകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. അപ്പൊ സമയം കിട്ടുമ്പം ഇച്ചിരി അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഗ്യാസ് ഉപയോഗിക്കാതെ നമ്മുടെ കാര്യം നടക്കും. ഇഞ്ചി മൂത്തിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ഇടാൻ പോകുന്നത് നമ്മുടെ വെളുത്തുള്ളി. അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ രുചിയും അങ്ങ് ഇറങ്ങിക്കോട്ടെ. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഈ പൊളിച്ചത് നമുക്കിവിടെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. 1 കിലോ 1/2 കിലോ ഒക്കെ ആയിട്ടുള്ള സ്വല്പം കൂടുതൽ ഇറങ്ങിയെങ്കിലും നമ്മുടെ പണി ഒരുപാട് കുറവായിരിക്കും. എന്നാലും പണി വെച്ച് നോക്കുമ്പോൾ വില പ്രശ്നമില്ലെന്ന് പറയാം. അപ്പൊ ഇത് നമ്മുടെ പച്ചമുളകാണ്. ഇതൊരു 5 എണ്ണം എടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് വലിയ എരി ഇല്ലാത്ത പച്ചമുളകാണ്, എരി കുറഞ്ഞ പച്ചമുളകാണ്. അപ്പൊ അതുകൊണ്ട് 5 എണ്ണം എടുത്തത്. കാരണം നമ്മൾ ഇനി എന്തായാലും ഇതിൻ്റെ അകത്ത് നമ്മുടെ മുളക് പൊടി എല്ലാം കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ ഇത് വരുമല്ലോ. അപ്പൊ നമുക്കിനി അടുത്തത് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് നമുക്ക് മുഴുവൻ കറിവേപ്പില നമ്മൾ ഇടുന്നില്ല, കുറച്ച് കറിവേപ്പില നമ്മളിപ്പോൾ ഇടുകയാണ്. അതിന് ശേഷം നമുക്ക്
അവസാനം 2-3 കറിവേപ്പില കൂടെ ഇട്ട് നമ്മുടെ സംഭവം സെറ്റാക്കാം അല്ലേ? അപ്പം നമുക്കിനി അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് ജസ്റ്റ് മാറി കഴിയുമ്പോഴത്തേക്ക് എണ്ണ നല്ല തിളച്ചെടുക്കാം. അപ്പം നമ്മളിനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ റാഡിഷ് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ റാഡിഷ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അധികം വേവിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ജസ്റ്റ് ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ അച്ചാറിനൊരു ഒരു ഇത് കിട്ടത്തില്ല. നമ്മൾ റാഡിഷ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. നിങ്ങൾ ഇതിപ്പോ നമ്മള് എളുപ്പം സൗകര്യം പോലെ എളുപ്പം വെന്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇട്ടത്. ഇതിനകത്ത് കുറച്ചൊക്കെ ബാക്കിയുണ്ട്, അത് പറ്റിപ്പിടിച്ചിരിക്കുക. എന്തായാലും എന്തിനാ നമ്മൾ അത്രയും വേസ്റ്റ് ആക്കിക്കണം അല്ലേ? അത് കൂടെ കിട്ടില്ല. ഇതിനി നമുക്ക് എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ പരിപാടി പകുതി മുക്കാലും കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. അധികം വേണ്ട. അപ്പൊ നമ്മുടെ സംഭവം എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇവിടെ നടുക്കൊരു ചെറിയൊരു കുഴിവ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ നമുക്ക് നമ്മുടെ ഇതെല്ലാം നമ്മളുടെ എളുപ്പം എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ ചില പരിപാടികളാണ്. ശാസ്ത്രീയമായ രീതികളൊക്കെ വേറെ ഉണ്ടാവും, പക്ഷെ നമ്മൾ എളുപ്പമാണ് എല്ലാം. എന്നാൽ ടേസ്റ്റിന് വലിയ വ്യത്യാസം വരുത്തില്ല. നമ്മുടെ കായപ്പൊടി ഉള്ളത് നമ്മുടെ ഇവിടെ കിട്ടുന്ന കായപ്പൊടിക്ക് ഒരു മഞ്ഞ നിറമുണ്ട്. ഇവര് പറയുന്നത് ഹിങ്ങെന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും അത് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ ഇത് മുഴുവൻ ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി നമ്മൾ ചേർക്കണം. ഇച്ചിരി കൂടുതൽ വേണമല്ലോ, അച്ചാറല്ലേ? അച്ചാറാകുമ്പോ എന്തായാലും നമ്മള് നിറവും കളറും ഭംഗിയും എല്ലാം വേണമല്ലോ. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാവേ. മഞ്ഞൾപ്പൊടി നമ്മള് അതൊരു നുള്ളിട്ട് വെച്ചാൽ മതി. ഒത്തിരി അങ്ങ് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. അപ്പൊ മഞ്ഞയുടെ ചോറ്. അപ്പൊ ഇതൊന്നതേ നടുക്ക് നമ്മുടെ ഇവിടെ ഒരു കുഴിവുണ്ട്, അവിടെ നമ്മുടെ എണ്ണയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അവിടോട്ട് കിടന്നിട്ട് നമ്മുടെ പച്ചപ്പും പച്ചമണവും ഇതെല്ലാം ഒന്ന് മാറി കിട്ടും. ഒരു 5-6 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് അത് റെഡിയായി കിട്ടും. അത് കഴിയുമ്പോൾ ഇവനെ ഒന്ന് നമുക്ക് കൂട്ടി മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ഏറ്റവും അവസാനം നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ പണിയാവും. കൂടിയാൽ പണിയാകും, കുറഞ്ഞാൽ പിന്നെ നമുക്ക് ഇച്ചിരി ആഡ് ചെയ്യാൻ അതായത് ഗ്രേവിയുടെ സംഭവങ്ങളെല്ലാം കൂടെ ഒന്ന് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി എടുക്കാവേ. ചട്ടി ആയതുകൊണ്ട് നമ്മള് ഇളക്കുന്നത് ഇച്ചിരി വലിയ ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലുണ്ട്. അതെ ക്വാണ്ടിറ്റിയും കൂടുതലുണ്ട്. ഏകദേശം മൺചട്ടിയും കൂടെ ഇല്ലേ? ഗ്രാമിന്റെ അടുത്ത് ഉണ്ടായിരുന്നു നമ്മളുടെ. അത് ക്ലീൻ ചെയ്യാനാണെങ്കിൽ അധികം അതിന് പോകത്തില്ല വെളിയിൽ. അപ്പൊ നമുക്കിത് ഈ ഒരു ഗ്രേവിയിലും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഈ നമ്മുടെ മുളക് പൊടി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഈ സമയത്ത് തന്നെ ആഡ് ചെയ്താൽ എല്ലാം ഒരേപോലെ തന്നെയാണ് ആയിരിക്കും. നമുക്കൊരു ശകലം കൂടെ ചേർത്ത് കൊടുത്താലോ? നമുക്കൊരു ഇച്ചിരി കൂടെ ഇടാം. സാധനം കൂടുതലുണ്ട്. ഈ ഇലയോടുകൂടി നമ്മൾ ഈ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 സംഭവമാകും. ഒന്ന് അച്ചാറും ആകും, ഒന്നൊരു നല്ല തോരനും ആകും. റാഡിഷ് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് തോരനെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. കാരണം ഭയങ്കര സംഭവമാണ്. നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന ആ ഒരു ടേസ്റ്റേ അല്ല. അതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇളക്കിയ വഴി താഴെ പോയി വർത്തമാനം പറഞ്ഞിട്ട് അപ്പൊ നമുക്കിനി ഇത് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് പിടിക്കാനായിട്ടൊന്ന് വെക്കണം. ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോഴേ സംഭവം നമ്മുടെ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്കിതിന് ഗ്രേവി വേണമല്ലോ. ഗ്രേവിക്ക് വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തണുത്തവെള്ളം ഒഴിക്കല്ലേ, അച്ചാർ മുഴുക്കൊക്കെ കേടായിപ്പോണ്ട്. എപ്പോഴും ചൂടുവെള്ളം മാത്രമേ നമ്മൾ ഒഴിക്കാറുള്ളൂ. അപ്പോൾ ഈ പരുവത്തിന് നമുക്കിനി നമ്മുടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എത്ര നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഗ്രേവി നമുക്ക് നോക്കി എടുക്കാവേ. ഒരുപാട് ഗ്രേവി ഇനി ഇതിനകത്ത് നമുക്ക് വേറെ സാധനം കൂടി ചേർക്കാനുണ്ട്. അതുകൊണ്ട് പിന്നെ
ഇപ്പം നമ്മൾ വെള്ളം ഇത്ര മതിയാവും. വെള്ളം ഇത്ര മതി. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് എന്തായാലും അച്ചാറിനാകുമ്പോൾ ഇച്ചിരി കൂടുതൽ ഉപ്പ് വേണം. പക്ഷെ ഒത്തിരി വേണമെന്നല്ല ഞാൻ പറഞ്ഞ. നമ്മുടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതെ, നല്ല ഗാർഡൻ ഫ്രഷ് കല്ലുപ്പാണ്. ഡയറക്റ്റ് ഫ്രം മറ്റേ ഉപ്പുപാടം. അതെന്താന്ന് വെച്ചില്ലേ, നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ ഉപ്പുപാടങ്ങളുണ്ട്, ഉപ്പളം. അപ്പൊ അവിടെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തുണ്ടെങ്കിൽ പോരാ, അവരൊന്നും പറയത്തൊന്നുമില്ല, അവരെടുത്തോളം പറയും. മരുന്ന് കമ്പനിക്കാരൊക്കെയാ കൂടുതൽ ഉപ്പ് കൊണ്ടുപോകുന്നത്. ഉപ്പ് ഡയറക്റ്റ് അങ്ങനെ എടുത്തോണ്ട് പോകുന്നത്. വലിയ വലിയ ചാക്കിനകത്ത് വലിയ ചാക്കിനകത്ത് വലിയ കമ്പനികള് അവര് ഡയറക്റ്റ് എടുത്തുണ്ടാകും. നല്ല രസമാണ് സംഭവം. അതെ, അതൊരു കാഴ്ച തന്നെയാണ്. അതെ അതെ, ഉപ്പ് ഉണ്ടാക്കുന്ന കാഴ്ച. ഇപ്പൊ നമുക്കിനി ഇതിന്റെ ആവശ്യത്തിന് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാതെ. അപ്പം നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന വിനാഗിരി പല രീതിയിലായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ അനുസരിച്ചിട്ടുള്ള പുളി വ്യത്യാസമൊക്കെ കാണും. അപ്പൊ എന്തായാലും നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാതെ. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ സെറ്റായി. ചെറുതായിട്ട് തീ ഒന്ന് കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് ആയിക്കോളും. അതന്നെ, അടിപൊളി. കണ്ടിട്ട് എന്തായാലും നല്ല അഴകുണ്ട്. ഒരു മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്ന ഒരു ടൈം. സംഭവം എല്ലാം നല്ല അടിപൊളിയായി, നല്ല തിളച്ച് റെഡിയായി. തീ ഓഫ് ചെയ്തു. ഈ മൺചട്ടി കൂടെ ആയതുകൊണ്ട് പിന്നെയും ഇരുന്ന് തിളയ്ക്കും. തീ ഓഫ് ചെയ്തിട്ട് തിള നിന്നിട്ടില്ല. ഇനി ഇത് നമുക്ക് നല്ലപോലെ തണുത്തിട്ട് വേണം നമുക്കിത് ഒരു ബോട്ടിലേക്ക് മാറ്റാനായിട്ട്. അതെ, അടച്ചു വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഈർപ്പം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചീത്തയായിരിക്കും. അതുകൊണ്ട് നമുക്ക് എയർടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിൽ എടുത്ത് വെച്ച് നമുക്ക് സെറ്റാക്കി വെക്കണം. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ അച്ചാറുകൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നത് മറ്റേ നമ്മുടെ എന്താ പറയുന്ന ചില്ല് കുപ്പിക്കകത്ത് ആയിരിക്കണം. അതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളിരിക്കും കേട്ടോ, പെട്ടെന്നൊന്നും അങ്ങനെ ചീത്തയാകത്തില്ല. എന്തായാലും നമ്മുടെ അച്ചാർ സെറ്റായി, അടിപൊളിയായി. അപ്പം ഇനി അപ്പോഴേ നമ്മുടെ ഈ അച്ചാറൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിലുണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. കാര്യം ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആരും അഭിപ്രായങ്ങളൊന്നും പറഞ്ഞ് ഇതുവരെ കേട്ടില്ല. അപ്പോൾ നമുക്കൊരു വിഷമം. അതുകൊണ്ടൊന്ന് കമൻ്റൊക്കെ ഇടുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയറൊക്കെ ചെയ്തൊന്ന് ഉഷാറാക്കി എടുക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.